ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നല്ല ആരെടുത്ത് പൊങ്ങിയ ഈ ഒരു സോഫ്റ്റ് കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് കുതിർത്തെടുത്ത പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 250 ഗ്രാം ശർക്കരയും കുറച്ച് ചിരകിയ തേങ്ങയും ചോറും ആവശ്യമുണ്ട്. 2 ഏലക്കയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ചെറുതായി അരിഞ്ഞെടുത്ത ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. സാധാരണ എപ്പോഴും കലത്തപ്പം ഉണ്ടാക്കുമ്പോഴേ ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുക്കാറ്. ഇപ്രാവശ്യം ചെറിയ ഉള്ളി എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ് സവാള എടുത്തത്. അപ്പോൾ ഈ 2 ഗ്ലാസ് പച്ചരിയെ 3 മണിക്കൂറാണ് ഞാൻ കുതിർത്തെടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 മുറി തേങ്ങയുടെ പകുതി ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ചോറ് 2 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. ഏലക്കയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ശർക്കരപ്പാനി കൂടി ചേർക്കാനുള്ളത് കൊണ്ട് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. കുക്കർ കലത്തപ്പൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യണത്. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ശർക്കര എടുക്കുമ്പോഴേ നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നാലേ കലത്തപ്പം വെന്ത് വരുന്ന സമയത്തെ അതിന് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയെ കറുത്ത ശർക്കരയല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കി വന്നപ്പോഴേ കുറച്ച് കളറ് കുറവാണേ. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അരച്ചെടുത്ത കലത്തപ്പത്തിൻ്റെ മിക്സ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ശർക്കരയിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കാം. ഈ ശർക്കരപ്പാനിയെ നല്ല ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനൊരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു കലത്തപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കണത് അലുമിനിയത്തിൻ്റെ പ്രഷർ കുക്കറിലാണ് കേട്ടോ. സ്റ്റീലിൻ്റെ കുക്കറേ ഇവിടെ വീട്ടിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. എന്നാലും കലത്തപ്പം ഉണ്ടാക്കാൻ ഞാൻ അലുമിനിയം പ്രഷർ കുക്കറാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പം കുക്കർ ചൂടായി വന്നപ്പോഴേ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് ചൂടായിരിക്കണ ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പേ ഈ ഒരു മിക്സ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരികൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയും തേങ്ങാക്കൊത്തും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുകൾ ഭാഗത്ത് രണ്ടാമത് ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ വെന്ത് വരുന്ന സമയത്ത് ഈ ഒരു കലത്തപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി കുക്കർ മൂടി വെച്ചിട്ട് 7 മിനിറ്റ് സമയം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് കുക്കറിന്റെ മൂടിയുടെ വെയിറ്റ് ഒഴിവാക്കണേ. കുക്കറിൽ മാവൊഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും ശേഷം ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് വേണം കേട്ടോ കലത്തപ്പം വേവിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. കുക്കർ നന്നായി തണുത്തതിന് ശേഷം മാത്രം കലത്തപ്പം പുറത്തെടുത്താൽ മതിയേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ ഈസി കുക്കർ കലത്തപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മക്കൾക്കും പിന്നെ ഇവിടെ റിനോവേഷൻ വർക്കിന് വരുന്ന വർക്കേഴ്സിനും ഒക്കെ 10 മണി ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ കലത്തപ്പം ഉണ്ടാക്കിയിരിക്കണത്. ഇതിപ്പം നല്ലോണം തണുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാനിത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണേ. അലുമിനിയം കുക്കറിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.